വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഡ്രോയിങ് ചാലഞ്ച് ആയിട്ടാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരിട്ട് ഒരാൾ ഒരു പിക്ചർ പറയും. അപ്പം അത് ഞങ്ങൾ 3 പേര് വരക്കണം. അപ്പൊ ഞങ്ങൾ ആരാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ ലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഈ ടൈമർ ഒന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പൊ ഗൈസ് ആരാണ് ഫസ്റ്റ് എന്നൊക്കെ ഞങ്ങൾ ലോട്ട് ഇട്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. തേർഡ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ സെക്കൻഡ് ആണ് കേട്ടോ. തല കുത്തിയിട്ട് കാണുന്നത് ഗൈസ്. ഞാൻ ഫസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് അറിയാം എന്താ ചെയ്യേണ്ടത്. എന്താ പറയാ, ഒരു തെങ്ങ് എന്നിട്ട് തെങ്ങിന്റെ താഴെ ഒരു ബെഞ്ച് ഇട്ടിട്ട് ഒരു കുട്ടി ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഗൈസ് ഒരു തെങ്ങ് അതിന്റെ സൈഡിലായിട്ട് ബെഞ്ചിൽ കുട്ടിയിരിക്കണതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ വരക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഞങ്ങൾ ഔട്ട്ലൈൻ കൊടുക്കട്ടെ. ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരക്കുമ്പോഴാട്ടോ നീറ്റ്നെസ് കിട്ടുള്ളൂ. ഗൈസ് ഞാൻ ഔട്ട്ലൈൻ വരക്കാണ്. ഗൈസ് ഞാൻ വരച്ച് കേട്ടിട്ടുണ്ട്. അന്നാച്ചി പറയടി. ഗൈസിന്റെ അടുത്ത് ഞാൻ ഔട്ട്ലൈൻ വരക്കാൻ പോവാട്ടോ. അപ്പൊ ഗൈസ് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഗൈസ് ഇനി അടുത്തത് ഞാനാട്ടോ ഔട്ട്ലൈൻ വരക്കാൻ പോണത്. അപ്പൊ ഗൈസ് ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ഔട്ട്ലൈന്. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ ചിത്രം എല്ലാരും വരക്കാൻ പോവാണ്. ആദ്യം ജോള് തെങ്ങ് വരക്കാനായിട്ട് പറഞ്ഞപ്പോ ഞാൻ തെങ്ങ് വരക്കാൻ. താഴെ തെങ്ങ് വരക്കട്ടെ. 2 തെങ്ങ് വേണോ ഗൈസ്? ആണെങ്കിൽ 2 തെങ്ങ് വരക്കാൻ പറ്റൂട്ടോ. തെങ്ങിന്റെ ആ തടി വരച്ചിട്ടോ ഗൈസ്. ഞാൻ അതിന്റെ മറ്റേ ഓലയാണ് എടുക്കുന്നത്. തെങ്ങിന്റെ ഓലൊക്കെ വരച്ചോ. ഞാൻ വരച്ചിട്ടില്ല ഗൈസ്, കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെ വരച്ച് വെക്കണം. ഇതിൽ കളർ ചെയ്യല് ലാസ്റ്റ് ആക്കാം. ഈ പെൻസിലിനെ കുറിച്ച് കളർ കൂടുതലാണ്, എന്നാലും കട്ടിലാണ് വരക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഒരു തെങ്ങ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കളർ ചെയ്യൽ ലാസ്റ്റാണ്. ഞാൻ ആ ഓലൻ്റെ ഇത് ഷെയ്ഡ് ചെയ്യില്ല കേട്ടോ, കാരണം അപ്പോൾ കളറായിട്ട് ചെയ്യുമ്പോൾ വൃത്തിയുണ്ടാവും. അതെന്താണ് കേട്ടോ. ഇനി നമുക്ക് 2 തെങ്ങ് വരക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു തെങ്ങ് കൂടി സൈഡിലായിട്ട് അടുത്ത സൈഡിലായിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു തെങ്ങാണ് വരച്ചിട്ടുള്ളൂ. ഇനി അടുത്ത തെങ്ങ് ഞാൻ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ 2 തെങ്ങ് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓല ഇട്ട് ഗൈസ് ഞാൻ വേറെ വരച്ചിട്ടുണ്ട്. എന്തൊക്കെ ആവും എന്നൊക്കെ അറിയില്ല കേട്ടോ ഗൈസ്. ഇവിടെ അടുത്ത തെങ്ങിന് തടി കൂടിയുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കുറച്ച് കൊടുക്കാം. ഫുള്ള് കൊളായി പക്ഷെ വായിക്കാം. ഇതിന്റെ ഇലക്ട്രിക്കാർക്ക് കൊണ്ടുവന്ന പോലെ തെങ്ങിന്റെ ഓലൊക്കെ ഉണ്ട്. ഇവിടെ തെങ്ങുണ്ട്, നോക്കി വരക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ 2 തെങ്ങും
വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബെഞ്ച് വരക്കാം. ബെഞ്ച് ഇങ്ങനെ ഇപ്പോൾ വരക്കും. ബെഞ്ച് നടുവിലായിട്ടാണോ വരക്കേണ്ടത് സൈഡിലായിട്ടാണോ വരക്കേണ്ടത്? നടുവിൽ കൺഫ്യൂഷൻ. ഞാൻ നടുവിലൊക്കെയൊന്നുണ്ടോ? ഞാൻ നടുവിലാത്രട്ട് വരക്കേണ്ടത്. അപ്പം നമുക്ക് നടുവിൽ ഓളോട് ബെഞ്ച് വരുത്തി. എൻ്റെ ബെഞ്ചിൻ്റെ കാലെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി ഇരിക്കാൻ പാടുള്ളൂ ബെഞ്ചില്. എത്ര കുട്ടി വേണം കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഒരു 10 കുട്ടിയാണ് എൻ്റെ ഫ്രണ്ട്സിനെ വരച്ചേക്കാം. ഫ്രണ്ട്സിനെ ഓടിക്കാൻ കേട്ടോ ഗൈസ് സംശയം. ശരി കേട്ടോ. കുറെ ആൾക്കാർ വീഡിയോ കാണുന്നതാണ്, എനിക്ക് പേടിയുണ്ട്. കുറെ ഫ്രണ്ട്സിനെ വരക്കാൻ പറ്റുന്നുള്ളൂട്ടോ. ഞാൻ വലിയ ബെഞ്ചന്നെ ആക്കി ചെയ്തിട്ടത്. ഞാൻ ആ ബെഞ്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ വരച്ച് തരുമ്പോഴാട്ടൊന്നും ശരിയാവുള്ളൂ. ഫസ്റ്റ് ബോർഡാന്ന് വിചാരിച്ചു. അയ്യോ അങ്ങനൊന്നും പറയും. ഇപ്പോൾ ഗൈസ് കുട്ടിയുടെ കഴുത്ത് വരച്ചിട്ടുണ്ട്. കുട്ടിയുടെ കഴുത്ത് മാത്രമേ വെച്ചിട്ട് കൊണ്ടു കളഞ്ഞിട്ടോ ഗൈസ് അങ്ങനെ ഒന്നും ഇവിടെ ഭയങ്കര കുട്ടിയുടെ കൈ എങ്ങോട്ടോ ഷെയ്ഡ് ചെയ്തിനാലേ കളർ ചെയ്യുമ്പോ കളർ ചെയ്യാൻ പറ്റില്ല. കളർ ചെയ്യണ്ടേ? ഇതിന് കളർ ചെയ്യണ്ട, ഇതിന് കളർ ചെയ്യുമ്പോൾ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തേത് തെങ്ങൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കളർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ബോറാവും. അത് വേണ്ട, കാരണം ഞാനൊരു കുട്ടീനെ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. 10 കുട്ടീനെ വെച്ചു. തെങ്ങനെ കാണുന്നില്ല. ഞാനത് ചോദിച്ചു തെങ്ങ് കാണുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് കുറച്ചും കൂടി അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കണം കുട്ടീനായിട്ട് ഞാൻ വരക്കണത്. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിരിക്കണം കുട്ടിയുടെ മൊത്തം ഭൂതം പോലെ ആവേണ്ട. അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കണം കുട്ടിയായിട്ട് വരക്കണത്. ഞാനും അങ്ങനെ തന്നെ വരക്കുന്നത്. പിന്നെ ഞങ്ങൾ വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ ഏകദേശം കുട്ടിയുടെ ബെഞ്ച് മേലൊക്കെ ഇരിക്കണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക തെങ്ങൊന്ന് ശരിയാക്കാണ്ടേ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ള കുട്ടീനെ വെച്ച് ഇരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. റിൻഹ അവിടെ വരക്കണുള്ളൂ കേട്ടോ. അവളെ കഴിഞ്ഞ് അവൾ കാണിച്ചു തരും കേട്ടോ. അവൾ ഫാമിലിയാണ്. ഓളവിടെ ഫാമിലിയാണ് കേട്ടോ വരക്കുന്നത്. ഞാൻ ഇവിടെ ഫ്രണ്ട്സാണ്. ഓള് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. ഷിഫയും ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം ഞാൻ തെങ്ങൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്നത് ഇങ്ങനെ ആയി. കോളയക്കണമെങ്കിൽ കമൻറ്റിൽ പറയണം, ശരിയാക്കണമെങ്കിൽ കമൻറ്റിൽ പറയണ്ട. ശരിയാക്കണമെങ്കിലും പറയണം, കോളായിട്ടെങ്കിലും പറയണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ 3 പേരും ശരിയായിരുന്നുള്ള ഒരു 3 റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ഞാനിനി ഈ തെങ്ങിൻ്റെ ഓളൊക്കെ ശരിയാക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. കാരണം ഞങ്ങൾ ഡ്രോയിങ് ആയിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഒക്കെ ശരിയായി കൊണ്ടുവരും ഗൈസ്. ഞാനിങ്ങനെ ആയിട്ട് വരച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഗൈസ് അടുത്തത് ഷിഫയാണ് കേട്ടോ. ഒരു കുട്ടി കൊട പിടിച്ച് നിൽക്കണം കേട്ടോ വരക്കേണ്ടത്. അപ്പോൾ ഗൈസ് ഓൾ പറഞ്ഞത് ഒരു കുട്ടി കൊട പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് അത്ര ലോങ് ആക്കില്ല, ഞങ്ങൾ വരച്ച് കേട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ വരച്ചത്. പറയും ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ വരച്ചത്. ഇഷ്ടമായി ഒന്ന് കമൻറ്റ് പറയണേ. എൻ്റെ കുട്ടിക്ക് ചിറകൊക്കെ പൊത്തിക്കണ്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ പിക്ചർ.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ ഗൈസ് അടുത്തത് ഞാനാണ് കേട്ടോ പറയേണ്ടത്. അപ്പം ഞാൻ റെയിൻബോ ആണ് കേട്ടോ പറയുന്നത് ഗൈസ്. ഓക്കെ സെറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ മാച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ ചെയ്തത് ഇങ്ങനെ ആയിട്ടുള്ളത് ഗൈസ് ഇതിൻ്റെത് ഇങ്ങനെ കേട്ടോ, ഓൾ പോലെ തന്നെ പെട്ടെന്ന് ചെയ്തപ്പോൾ മൊത്തം കളായിട്ടുണ്ട്. കളായിപ്പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെത്. ഗൈസ് റിൻഹ ലാസ്റ്റ് വെച്ചിട്ട് കടയിലേക്ക് പോയതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളാണ് ലാസ്റ്റ് ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഞങ്ങളുടെ സെക്കൻഡാമത്തെ വീഡിയോ കാരണം കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.